ഹലോ ഗൈസ്, ഞാൻ എന്റെ എറണാകുളത്ത് കണ്ടിട്ട് 2-3 ആഴ്ചയായും ഗൈസ്. അതുകൊണ്ട് ഞാൻ ഭാര്യപ്പെട്ടി കറക്കിക്കൊണ്ട് പോവാണ്. പിന്നെ ചേച്ചിക്ക് എറണാകുളത്ത് എക്സാമ്പുകളുണ്ട്, ചേച്ചിയും കൂടി വന്നു ഗൈസ്. ബസ്സിൽ കയറിയിട്ടും ട്രെയിനിൽ കയറിയിട്ടും സാനിറ്റൈസർ ചെയ്യുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ ഇത്രയും വൃത്തിയമായ തര കണ്ടിട്ട് വൃത്തിയില്ലെന്ന് പറയുന്നു. എന്തുവാ ഇത്? ജസ്റ്റ് ഡോക്ടർ ഡ്രിങ്ക്സ് ഗൈസ്. എല്ലാ ഡോക്ടേഴ്സും ഇങ്ങനെയാണ്. പിന്നെ അതിനുശേഷം ഞാൻ ബ്രെഡും മുട്ടയും കഴിച്ചിട്ട് എനിക്ക് മൂഡ് വന്ന് ഗൈസ്. എന്റെ ഫ്രണ്ട് ഇരിക്കുന്ന യാത്രക്കാരെ കണ്ടപ്പോൾ എന്നിലെ കലാകാരൻ ഉദിച്ചു. എന്റെ കൈയും കാലൊക്കെ വിരിവിര വന്ന് ഞാൻ ആദ്യം ഫ്രണ്ടിൽ നിന്ന് കൊച്ചിനെ വരച്ച് കഴിച്ച് അവന്റെ അടി വാങ്ങാൻ ത്രാണിയില്ലാത്തതുകൊണ്ട് ഞാൻ അവന്റെ ഫോട്ടോ കാണിച്ചില്ല. ഇനി കുട്ടികളെയും കൂടി അടി കിട്ടിയില്ലെന്നേ ഉള്ളൂ. അതിന് എന്റെ ഫ്രണ്ട് ഒരു അമ്മൂമ്മ ഇരുന്ന് കഴിച്ച് ഞാൻ അമ്മൂമ്മയെ വരയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു. അമ്മൂമ്മയെ വരച്ചുകൊണ്ടിരുന്നു. ₹5 പോലെ സുന്ദരയായ അമ്മൂമ്മയെ വരച്ച് ഞാൻ കൊളാക്കി കഴിച്ച്. ഇതിനെ കണ്ടപ്പോൾ എന്റെ സ്കൂളിലെ പ്രിൻസിപ്പളിനെ പോലെയാണ് എനിക്ക് തോന്നിയത്. ചേച്ചി പഠിക്കുന്ന അസുഖങ്ങളൊക്കെ കണ്ട് എന്റെ മസ്തിഷ്കത്തിൽ പ്രളയം വന്ന് എന്റെ ബോധം പോയി ഗൈസ്. പിന്നെ വീണ്ടും മൂണ്ടാലി വെച്ചിട്ട് അമ്മയെ വരയ്ക്കാൻ തുടങ്ങി. പിന്നെ ഫുഡ് കഴിക്കാൻ കയറിയ ഹോട്ടലിൽ ലാലേട്ടൻ നിന്ന് ചോറ് വിളമ്പുന്നു. എന്തുവാ ഇത്? പിന്നെയാണ് മനസ്സിലായത് പോഞ്ഞിക്കരയാണ്. ഇത് പോഞ്ഞിക്കരയാണോ ലാലേട്ടനാണോ? കമന്റ് ചെയ്യൂ ഗൈസ്.